ഫസ്റ്റ് കോവി ഇത് സുന്ദര മഹാലിംഗം, അത് ചന്ദന മഹാലിംഗം. ചന്ദന അടുത്ത് നോക്കണ്ട. ഹലോ ഗൈസ്, ലുക്കൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയോ തണുപ്പത്ത് നിൽക്കുകയാണെന്ന് തോന്നും. പക്ഷേങ്കിൽ അങ്ങനെയല്ല. മഴയ്ക്ക് മുന്നോടിയായിട്ട് നമ്മളും ഒരു ചെറിയ മുൻകരുതൽ എടുത്തെന്ന് മാത്രം. അതായത് നമ്മൾ ഇന്ന് തെങ്കാശിയിൽ നിന്നും സതുരഗിരി എന്നുള്ള സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴക്കാറും ചെറിയ ചാറ്റൽ മഴയിലാണ് നമ്മൾ ഈ രൂപത്തിൽ ഇറങ്ങി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്ഥിരം പരിപാടി എന്നോണം നമുക്ക് ഇതേ പണി കിട്ടി. നല്ല പൊരിഞ്ഞ വെയിൽ വന്നു. പക്ഷേ ലഗേജൊക്കെ കെട്ടി വെച്ചിട്ട് പിന്നെ ഇതൊന്ന് അഴിച്ചിറക്കി വെക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് നമ്മൾ അത് അഴിച്ചില്ല കേട്ടോ. അവന് യാത്രക്കിടയിൽ നമുക്ക് നല്ലൊരു ഉറക്കമൊക്കെ വന്നതുകൊണ്ട് ഇറങ്ങി കോഫി കുടിച്ചു. കാരണം തെങ്കാശിയിൽ നിന്നും 109 കിലോമീറ്ററോളം ഉണ്ട് നമുക്ക് സതുരഗിരിയിലേക്ക്. അങ്ങനെ നമ്മൾ കുറേ യാത്ര ചെയ്ത് സൈഡിൽ മനോഹര കാഴ്ചകളൊക്കെ കണ്ട് സതുരഗിരി എന്നൊരു ഗ്രാമത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സതുരഗിരി എന്ന് പറയുന്നത് ഒരു തീർത്ഥാടന കേന്ദ്രമാണ് തമിഴ്നാട്ടിലെ തന്നെ. വെറും ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന് പറയാൻ കഴിയത്തില്ല, ഇതൊരു അടിപൊളി ട്രെക്കിംഗ് പ്ലേസും കൂടെയാണ്. സതുരഗിരി മല അല്ലെങ്കിൽ ചതുരഗിരി അല്ലെങ്കിൽ മരുന്നുമല എന്നൊക്കെയാണ് കേട്ടോ ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 8:30 8:45 ആയപ്പോഴേക്കും ഇവിടെ എത്തി. ബൈക്ക് അവിടെ പാർക്കിംഗ് ഏരിയയിൽ വെച്ചു. അപ്പോൾ പാർക്കിംഗ് ചാർജൊക്കെ കൊടുത്തു. അങ്ങനെ ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് രാവിലെ തന്നെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടെ 3 നേരം അന്നദാനം ഉണ്ടെന്നാണ് കേട്ടോ കേട്ടത്. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ അവിടെ നിന്ന് ദോശയും സാമ്പാറും ചട്നിയൊക്കെ കൂട്ടി കഴിച്ചു. നമ്മുടെ ലഗേജൊക്കെ ബൈക്കിൽ നിന്ന് ഊരി മാറ്റിയിട്ട് അവിടെ ഒരു കടയിൽ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടുത്തെ ഒരു എൻട്രി ഫീസായിട്ട് ചെറിയൊരു പൈസ മാത്രം അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു. അങ്ങനെ നമ്മളിവിടെ ചതുരഗിരി മല ട്രക്കിംഗ് ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ. ഏകദേശം ഒരു 4-5 മണിക്കൂറാണ് നമുക്ക് അങ്ങോട്ട് മുകളിലേക്ക് എത്താൻ വേണ്ടി ഇവിടെ ട്രക്കിങ്ങിനായിട്ടുള്ളത് കേട്ടോ. തുടക്കത്തിൽ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കോൺക്രീറ്റ് പാതകളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കുറേ സന്യാസിമാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതിപ്പോൾ സീസൺ ടൈമാണ്. സീസൺ ടൈം എന്ന് പറയുന്നത് ഈ ഒരു ചതുരഗിരി മലയുടെ മുകളിലുള്ള അമ്പലങ്ങൾ അതായത് ഓരോ മാസവും വെറും 4 ദിവസങ്ങളിൽ മാത്രമേ തുറക്കുള്ളൂ. പൗർണമിയോടനുബന്ധിച്ചുള്ള 4 ദിവസങ്ങളാണ് തുറക്കുന്നത്. നമ്മൾ പൗർണമി ദിവസം കൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ചങ്ങനെ നടന്നു കഴിഞ്ഞപ്പം ഇവിടെയൊക്കെ ചെറിയ അരുവികളൊക്കെ ധാരാളമായിട്ട് 2 സൈഡിലൊക്കെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ കയറുകളൊക്കെ പിടിച്ചിട്ടുണ്ട് കയറാനായിട്ട്. ഒത്തിരി വെള്ളമുള്ളൊരു സമയത്തല്ല നമ്മളെന്തായാലും വന്നിട്ടുള്ളത്. അങ്ങനെ കുറേ പടികളും അല്ലാതെ കുറേ വഴികളും അതിൻ്റെ സൈഡിലൊക്കെ ധാരാളം നീരൊഴുക്കുകളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. ഭയങ്കര വൃത്തിയായിട്ടാണ് കേട്ടോ ഈ ഒരു വനമേഖല സൂക്ഷിച്ചിട്ടുള്ളത്. കുറേ തന്നെ പർവ്വതങ്ങളുടെ ഒരു ശ്രേണിയാണ് ഇവിടെ നിന്ന് പറയുന്നത്. ഏകദേശം 1600 മീറ്റർ ഉയരമാണ് സതുരഗിരി മലയ്ക്കുള്ളത്. അതായത് 5250 അടി ഉയരമെന്ന് പറയാം. പിന്നെ ചതുരഗിരി എന്നൊക്കെ പറയുമ്പം ചതുരം, അതായത് 4 മലകൾ കൂടി ചേർന്ന ഒരു പർവ്വത ശ്രേണി തന്നെയാണെന്ന് പറയാം. ധാരാളം ഔഷധ സസ്യങ്ങളുള്ള ഒരു ഏരിയയാണ്. പിന്നെ ധാരാളം വന്യമൃഗങ്ങളുണ്ട്. നമ്മൾ വരുന്ന വഴിക്കൊക്കെ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഭക്ഷണ സാധനങ്ങൾ കയ്യിൽ കരുതുക എന്നുള്ളത് വളരെ റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. കുറേയൊക്കെ നടന്നു ചെല്ലുമ്പം ഇടയ്ക്ക് ഇതുപോലത്തെ മനോഹരങ്ങളായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അതിലൊക്കെ നല്ല കൊച്ചു കൊച്ചു മീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞാനേതായാലും അവിടെ ഇരുന്ന് കുറേ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഇരിക്കുന്നതിലുപരി ഫോട്ടോസ് എടുക്കുന്നതിലുപരി കുറേ നേരമൊക്കെ റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഇതിനകത്തൊക്കെ ഉള്ളൊരു മെയിൻ കാരണം എന്നുണ്ട്. കാരണം കുറേ നേരം നടക്കാൻ തുടങ്ങിയിട്ട് അപ്പോഴാണ് ഇതുപോലെ കുരങ്ങിന് ഓടി വന്ന് വെള്ളമൊക്കെ കുടിക്കുന്ന മനോഹര കാഴ്ച കാണാൻ പറ്റിട്ടോ. പിന്നെ ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ആൾക്കാർ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളേതായാലും രാവിലെ കുളിച്ച് പോകുന്നുണ്ട്. ഇവിടെ നിന്നൊന്നും നിൽക്കുന്നൊന്നുമില്ല. പിന്നെ കുറേ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പം ചില ഏരിയകളിലായിട്ട് ഇതുപോലെ മിനറൽ വാട്ടർ ബോട്ടിലും നാരങ്ങയും ഒക്കെ സോഡയൊക്കെ ആയിക്കോട്ടെ കുറേ കച്ചവടക്കാർ നിൽക്കുന്നുണ്ട്. പിന്നെ അമ്പലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള കുറേ സാധനങ്ങൾ ഇതിലെ ഡെയിലി ആൾക്കാർ തലയിൽ ചാക്ക് ചുമടൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്നത് കാണട്ടോ. അവർക്കൊക്കെ നല്ല സ്പീഡാണ്. ഡെയിലി ഇവിടെ കയറി ഇറങ്ങുന്നുണ്ടല്ലോ. അങ്ങനെ കുറേ മുകളിലേക്കൊക്കെ എത്തുമ്പോൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നല്ല മനോഹര കാഴ്ചകളാണ്. പിന്നെ കുറേ പേരൊക്കെ വടി കുത്തി പോകുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ഇതുപോലെ ധാരാളം വെള്ളച്ചാട്ടങ്ങൾ നീരൊഴുക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. ഇപ്പോൾ തന്നെ കുറേ കല്ലുകളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെയാണ് വീണിട്ടുള്ളത്. മഴക്കാലമൊക്കെ ആകുമ്പോൾ റൂട്ടുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അവിടെ ഇവിടെയൊക്കെ കല്ലുകളൊക്കെ വീണ് അടയും. അങ്ങനെ പോകുന്ന സമയത്താണ് ചെറിയൊരു നീരൊഴുക്ക് ഉറവയൊക്കെ അവിടെ കണ്ടത്. അപ്പോൾ ഒരാൾ കുപ്പിയിലൊക്കെ അത് കളക്ട് ചെയ്യേണ്ടതൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇടയിൽ ചില സ്ഥലങ്ങളിലൊക്കെ പാറയിലൊക്കെ ഇതുപോലെയൊക്കെ കുറേ മഞ്ഞൾ കൊണ്ടൊക്കെ ഇങ്ങനെ ഒരു ദൈവത്തെ പോലെ ആരാധിക്കുന്ന ചില സ്ഥലങ്ങളൊക്കെ കാണട്ടോ. നമ്മൾ രാവിലെ 9 മണിക്കാണ് ട്രെക്കിങ് തുടങ്ങിയിട്ടുള്ളത്. ഇവിടെ രാവിലെ വെളുപ്പിന് മുതലേ പോയിട്ടുള്ളവരൊക്കെ തിരിച്ച് അമ്പലത്തിൽ തൊഴുതിന് ശേഷം ഇറങ്ങി വരുന്നതൊക്കെ കാണാം. അങ്ങനെ കുറേയൊക്കെ നടന്ന ഒരു പകുതി സ്ഥലത്ത് എത്തിയപ്പോൾ ഏതായാലും ദാഹിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു പയ്യൻ്റെ കയ്യിൽ നിന്നും നാരങ്ങ സോഡയൊക്കെ വാങ്ങിച്ച് കുടിച്ചു, സർബത്ത് കുടിച്ചു, കുറച്ച് നെല്ലിക്കയും വാങ്ങിച്ച് കയ്യിൽ പിടിച്ചു. പിന്നെ അപ്പോൾ ഇടയ്ക്കൊക്കെ ഈ നെല്ലിക്ക കടിച്ച് പറിച്ചുകൊണ്ടുള്ള യാത്രയായിരുന്നു.
പറയുമ്പോൾ ഇതിങ്ങനെ ആണെങ്കിലും ഇത് കയറിയ അന്നത്തെ ഒരു ബുദ്ധിമുട്ട് എനിക്കിപ്പോൾ തന്നെ ഓർക്കാൻ വയ്യ. കാരണം എത്ര അങ്ങോട്ട് നടന്നിട്ടും എത്തുന്നില്ല എന്നുള്ളതാണ്. പക്ഷെങ്കിൽ എന്നെക്കാട്ടിലും ചെറിയ കുട്ടികളും വയസ്സായി വടി കുത്തി നടക്കുന്ന ആൾക്കാർ ഒക്കെ എത്ര എനർജറ്റിക് ആയിട്ടാണ് കയറി പോകുന്നത് കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു നാണക്കേടൊക്കെ തോന്നുന്നുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ആളുകൾ കുരങ്ങന്മാർക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുക്കുന്ന കാണാം. അതുപോലെ തന്നെ കച്ചവടത്തിരിക്കുന്ന ചേച്ചിമാരുടെ കയ്യിൽ നിന്നൊക്കെ ഈ സർബത്തിൻ്റെ ബോട്ടിലൊക്കെ കുരങ്ങന്മാർ അടിച്ചുകൊണ്ട് പോയി അത് മരത്തിന് വരുന്ന പിന്നെ താഴെ ഇടുമ്പോൾ അവർ പോയി എടുക്കുന്നതായിട്ടുള്ള കുറേ കാഴ്ചകളൊക്കെ ഈ ഒരു യാത്രക്കിടയിലുള്ള കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ അതിൽ നമുക്ക് നേരെ കുരങ്ങൻ്റെ ആക്രമണമൊന്നും ഉണ്ടാവാതെ ഒരു വിധത്തിലൊക്കെ രക്ഷപ്പെട്ടു പോകുന്നു. കുറേ സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ പാറകളൊക്കെ കയറിയാണ് കേട്ടോ പോവേണ്ടത്. അപ്പോൾ കുറേ ഇടത്ത് നിന്നും ഇരുന്നും നിരങ്ങിയൊക്കെ തന്നെയാണ് പോകുന്നതെന്ന് പറയാം. ചില പാറകളൊക്കെ കയറുമ്പം കൈയും കാലും എല്ലാം തന്നെ ഒരേ സമയം ഉപയോഗിക്കേണ്ടിയുള്ള അവസ്ഥകളും വന്നിട്ടുണ്ട് കേട്ടോ. ഏതെങ്കിലും കെട്ടിയോ മുന്നേ പോകുന്നുണ്ട്. പക്ഷേങ്കിൽ ഞാൻ പിന്നെ ഇഴഞ്ഞെത്തുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കുറേ ചെന്ന് കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കും. കാടായതുകൊണ്ട് ഒറ്റയ്ക്ക് വരാനൊക്കെ പേടി. എന്നാൽ ചില സ്ഥലങ്ങളിൽ വെച്ച് കെട്ടിയവനെ കാണാതെ ആവുകയും ചെയ്യും. ഞാൻ പതുക്കെ എങ്ങനെയൊക്കെയോ ആണ് എത്തുന്നത്. എന്തായാലും നമ്മുടെ ഇന്ത്യയിലെ ട്രക്കിങ്ങുകളിൽ വെച്ചിട്ട് ബുദ്ധിമുട്ടേറിയ ഒരു ട്രക്കിങ് ഒരു ഇടം തന്നെയാണ് ഈ ചതുരമല ട്രക്കിംഗ് തന്നെ പറയാട്ടോ. 9 മണിക്ക് തുടങ്ങിയിട്ടും നമ്മൾ 12 മണിയായിട്ടും എവിടെയും എത്തിയിട്ടില്ല. അങ്ങനെ പോകുന്ന വഴിക്കൊക്കെ ഇടയ്ക്കൊക്കെ ചില തമിഴിലുള്ള ബോർഡുകൾ കാണാം. ഫുള്ള് തമിഴിൽ എഴുതി വെച്ചിരിക്കുന്നത് നമ്മളെപ്പോലുള്ള ചെന്ന് നമുക്കൊന്നും മനസ്സിലാകത്തില്ല എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ എല്ലാവരും പോകുന്ന റൂട്ടും തെളിഞ്ഞിറങ്ങുന്ന പാതയെ നോക്കി നമ്മളിങ്ങനെ പിന്നാലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള കുറേ സസ്യങ്ങളും ചെടികളും പൂക്കളൊക്കെ കാണാൻ പറ്റിയിട്ടോ. പിന്നെ ഇടയ്ക്കൊക്കെ ഇതുപോലെ നീരൊഴുക്കുള്ളതും നല്ല രസമാണ്. പിന്നെ ഇടയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ക്ഷേത്രങ്ങളുണ്ട്. അവിടെയൊക്കെ പൂജകളൊക്കെ നടക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ എത്രയോ ദിവസത്തേക്ക് വേണ്ടി വന്ന് താമസിക്കുന്നവരുണ്ട്. ഇവിടെ കച്ചവടം നടത്താൻ വരുന്നവരും പിന്നെ ഇവിടെ ഒരു പുണ്യ തീർത്ഥാടന കേന്ദ്രമായി കണ്ടുകൊണ്ട് ഇവിടേക്ക് വന്ന് കയറി ഇവിടെ താമസിക്കുന്നൊക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് കുളിക്കുകയും നനയ്ക്കുകയും തുണി വിരിച്ചിടുകയും തുടങ്ങി ആകെ ഒരു ബഹളമായാണ്. അങ്ങനെ ഉച്ചയൊക്കെ ആവാറായപ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനൊരു സ്ഥലത്തേക്ക് എത്തിയിട്ട് ഇവിടെ എത്താറായപ്പോൾ തന്നെ ധാരാളം കടകളൊക്കെ കണ്ടു. അപ്പോൾ എൻ്റെ വിചാരം ഇവിടെ അടുത്ത അമ്പലം എത്താറായി എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രതീക്ഷയാണ് നമ്മൾ എത്തിയല്ലോ എന്നുള്ളത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ സംഭാരമൊക്കെ വാങ്ങിച്ച് കുടിച്ചിട്ടോ. ഇതൊക്കെ കുടിക്കുമ്പോൾ അത് കടന്നു പോകുന്ന വഴികളെല്ലാം തന്നെ തിരിച്ചറിയുന്നുണ്ട്. അത്രയ്ക്കും ക്ഷീണമായിട്ടുണ്ടായിരുന്നു ഇവിടം വരെ കയറി വന്നപ്പോഴേക്കും. കാരണം രാവിലെ തുടങ്ങിയിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഒരു 1-1:30 കൂടിയാണ് ഈ ഒരു സ്പോട്ടിലെത്തിയത്. അപ്പോൾ ഇവിടെ സൈഡിൽ മൊത്തം കച്ചവടക്കാരാണ്. അപ്പോൾ അവർ ഈ 3-4 ദിവസത്തെ ഉത്സവത്തോടനുബന്ധിച്ച് ഇവിടെ വന്ന് താമസിക്കുകയാണ്. ഈ കച്ചവടം കഴിയുമ്പോൾ അവർ ഇവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യും കേട്ടോ. പിന്നെ അടുത്ത മാസമാണ് അവരിവിടെ വരുള്ളൂ. അപ്പോൾ ധാരാളം പൂജാ സാമഗ്രികളൊക്കെ ഉണ്ട്. എനിക്ക് ഏറ്റവും കൗതുകമായിട്ട് തോന്നിയത് ഈ ഒരു ഐറ്റം കണ്ടപ്പോഴാണ്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഐറ്റം കാണുന്നത്. വെറൈറ്റി കല്ലുകൾ പോലെയൊക്കെ തോന്നില്ല. ഇത് ഒക്കെ സാമ്പ്രാണികളാണ് കേട്ടോ. അതും പല പല കളറിലുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ധാരാളം കച്ചവടം നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. എടുത്ത് മണത്തിട്ടുണ്ടെങ്കിലൊന്നും പെട്ടെന്ന് മണമൊന്നും കിട്ടത്തില്ല. ഇനി ഈ മലയുടെ മുകളിലായിട്ട് ധാരാളം വേറെ മലകളും പാറകളൊക്കെ നിറഞ്ഞ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നേരത്തെ വന്നവരൊക്കെ പറയുന്നത് ആ മലയിലൊക്കെ ഇപ്പോഴും സിദ്ധന്മാർ തപസ് ചെയ്യുന്നുണ്ടെന്നാണ്. പണ്ടൊക്കെ അവിടേക്ക് പോകാനായിട്ടുള്ള അനുമതി ഫോറസ്റ്റ് ഓഫീസർമാർ നൽകിയിരുന്നു. പക്ഷെ ഇപ്പോൾ അത് നൽകുന്നില്ല കേട്ടോ. അങ്ങനെ അവിടുന്ന് നമ്മൾ കുറേ ദൂരം ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോഴാണ് ഇതുപോലെ ഒരു അമ്പലത്തിൻ്റെ അടുത്തെത്തിയത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് മുകളിൽ 2 അമ്പലങ്ങളാണുള്ളത്. ചന്ദനം അങ്ങനെ ഈ അമ്പലത്തിൽ തൊഴുത ശേഷം നമ്മൾ അടുത്തത് ചന്ദന മഹാലിംഗം എന്നുള്ള അമ്പലത്തിലേക്ക് പോവുകയാണ്. 2 അമ്പലത്തിലും ശിവൻ ദേവൻ്റെ തന്നെയാണ് പ്രതിഷ്ഠയുള്ളത് കേട്ടോ. അപ്പോൾ അവിടുന്ന് കുറേയും കൂടെ പടികൾ കയറി മുകളിലേക്ക് പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അമ്പലത്തെക്കുറിച്ചൊക്കെ പറയുന്ന മെയിൻ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞിട്ടുള്ളത് അർദ്ധനാരീശ്വര ഭാവം കിട്ടാൻ വേണ്ടിയിട്ട് പാർവതി ദേവി ഇവിടെ വെച്ചിട്ടാണ് ശിവനെ ഉപാസിച്ച സ്ഥലമായിട്ടാണ് കേട്ടോ ഇവിടെയൊക്കെ കരുതപ്പെടുന്നത്. പിന്നെ ഇവിടുത്തെ ദൈവത്തിൻ്റെ ഒരു വിഗ്രഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ള അമ്പലങ്ങളെ അപേക്ഷിച്ചിട്ട് ഇവിടുത്തെ ശിവലിംഗം ഒരു വശത്തേക്ക് ചെരിഞ്ഞാണ് ഇരിക്കുന്നതെന്നാണ് കേട്ടോ. അതിന് പിന്നിലും ധാരാളം ഐതിഹ്യങ്ങൾ പലതരത്തിലുള്ള കഥകളാണ് പറയുന്നത്. അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് പാർവതി ദേവി ശിവലിംഗത്തെ തഴുകി അതൊരു വശത്തേക്ക് ചെരിഞ്ഞു എന്നുള്ള രീതിയിലൊക്കെയാണ്. ഇതിൽ സത്യം എന്താണ് കാര്യങ്ങളൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് കൂടെ പോകാൻ ഈ ഒരു കാട്ടിൽ കൂടെ ഒക്കെ കുറേ ചെന്നിട്ട് അപ്പോൾ വഴിയിൽ വെച്ചിൻ്റെ കാലിൽ ചിലർ മുള്ളു കുത്തിയപ്പോൾ പിന്നെ ഇനി നടക്കാൻ എനിക്കൊട്ടും വയ്യ എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു സ്പോട്ടിൽ നിന്ന് തിരിച്ച് തന്നെ പോരുകയാണ് കേട്ടോ. അങ്ങനെ തിരിച്ചിറങ്ങുന്ന വശത്ത് ഈ അമ്പലത്തിൽ നമുക്ക് ഉച്ചയ്ക്ക് അന്നദാനമുണ്ട്. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് 2 മണിയൊക്കെ ആയിട്ടുണ്ട് സമയം. നമ്മളിനി താഴേക്ക് എത്തേണ്ടതാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ കയറി അന്നദാനം കഴിക്കാമെന്ന് കരുതിയിട്ട് അപ്പോൾ ഇവിടുന്ന് പാത്രമൊക്കെ എടുത്തു. അവിടുന്ന് ചോറും സാമ്പാറും പിന്നെ വേറൊരു വെണ്ടയ്ക്കയുടെ ഒരു കറിയും കൂടെ നമുക്ക് കഴിക്കാൻ കിട്ടി. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നീടുള്ള താഴേക്കുള്ള യാത്രയ്ക്ക് നമുക്ക് ഏകദേശം ഒരു 3-4 മണിക്കൂറാണ് എടുത്തത്. അതിൻ്റെ സമയത്തുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. കാരണം വന്ന അതേ റൂട്ട് തന്നെയാണല്ലോ തിരിച്ചിറങ്ങുന്നത്.
എന്തായാലും പോയതിനേക്കാൾ നല്ല സ്പീഡിൽ തന്നെയാണ് ഇറക്കമായതുകൊണ്ട് നമ്മൾ തിരിച്ച് വന്നത്. അങ്ങനെ ഒരു 2:30-ക്ക് തുടങ്ങിയ യാത്ര നമ്മളൊരു 5-5:15 ആയപ്പോഴത്തേക്കും താഴെ എത്തി. അങ്ങനെ അവശയായിട്ട് വന്നിരുന്ന അവിടെ നിന്നൊരു നാരങ്ങ സർബത്തൊക്കെ വാങ്ങിച്ച് കുടിച്ചു. അതിനുശേഷം പിന്നെ ഇതുപോലെ കുറേ സാമ്പ്രാണികളാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ടോ. ശരിക്കും നമ്മൾ ഇന്ന് ഇവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോകാൻ വേണ്ടി തീരുമാനിച്ചതാണ്. പക്ഷേ തിരിച്ചിറങ്ങി വരുന്ന വഴിക്ക് നമുക്ക് ഭയങ്കര ക്ഷീണം തോന്നി, കൈയും കാലൊക്കെ വിറയ്ക്കുന്നൊരവസ്ഥ ആയതുകൊണ്ട് തന്നെ പിന്നെ ഈ ഏരിയ കടന്നു പോകാൻ കുറേ മണിക്കൂറുകളെടുക്കും. അതുകൊണ്ട് ഇന്ന് രാത്രിയിലെ ഒരു യാത്ര വേണ്ടാന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ഈ അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെ അവിടെ തന്നെ അവരുടെ ഒരു റൂം എടുത്തുകൊണ്ട് ഒറ്റ നൈറ്റിലേക്ക് ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ റൂമിൻ്റെ പ്രത്യേകത വെച്ചാൽ ഈ അമ്പലവുമായി ബന്ധപ്പെട്ടായതുകൊണ്ട് തന്നെ അവിടെ ബെഡും കാര്യങ്ങളൊന്നും അലൗഡല്ല, കട്ടിലും പായയും മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് റൂമിൽ സാധനങ്ങളൊക്കെ വെച്ച ശേഷം പുറത്തേക്ക് പോകുന്നു. കാരണം എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഉണ്ടെങ്കിൽ അവിടെ റേഞ്ച് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയിൽ ഈ നാടും കൂടെ കാണാമെന്ന് കരുതി അവിടെ ചുറ്റി കറങ്ങാനായിട്ട് പുറത്തിറങ്ങി. ഞാൻ വീഡിയോ ഒക്കെ ഇട്ട് കുറച്ച് നേരമൊക്കെ നാടൊക്കെ ചുറ്റി കറങ്ങി കണ്ടിട്ട് രാത്രി ആയപ്പോഴത്തേക്കും നമ്മൾ തിരിച്ചു വന്നു കേട്ടോ. രാത്രിയിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ അന്നദാനം ഭക്ഷണം ഉണ്ടായിരുന്നു. നമ്മൾ ചോറൊക്കെ കഴിച്ചു. ഞാൻ ആ വീഡിയോ ഒന്നും എടുത്തിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന തരത്തിൽ നമ്മൾ അവിടെ അന്നദാനത്തിന് നമ്മുടേതായ ഒരു സംഭാവന കൊടുക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ മലയാളികളാണെന്ന് അറിഞ്ഞപ്പോഴൊക്കെ അവിടുത്തെ ആൾക്കാർക്കൊക്കെ നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അന്നത്തെ രാത്രി അവിടെ നിന്നു. അപ്പോൾ ഇതൊക്കെയാണ് സതുരഗിരി മല ട്രക്കിങ്ങിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ചെന്നൈയിൽ നിന്ന് ആരംഭിച്ച് നമ്മുടെ യാത്ര അങ്ങനെ സതുരഗിരി മലയിൽ എത്തിയിരിക്കുകയാണ്. നാളെ നമ്മൾ ഇവിടെ നിന്നും കമ്പം തേനിയിലേക്കാണ് കേട്ടോ യാത്ര. അപ്പോൾ ആ യാത്രയുടെ വിശേഷങ്ങൾ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.